പോവാറുണ്ട്. ഞാനിവിടെ കാവ് വരെ വന്നേക്കാം. എരിഞ്ഞോൾക്കാവ്. വലിയ വലിയ മരങ്ങൾ. ഇതേ മരങ്ങളൊക്കെ ചെതല് പിടിച്ചിരിക്കും. അവിടെ നോക്കിയേ, ഒരുപാട് വർഷങ്ങളായ മരങ്ങളാ. എത്ര ഏക്കറുണ്ട്? 50 ഏക്കർ. 50 ഏക്കർ കാടാണ്. കാടിന്റെ നടുക്ക അമ്പലം. പെരുമ്പാവൂർ നഗരസഭയുടെയാണത്. നഗരസഭയ്ക്ക് അകത്തുള്ള ഒരു അതെ 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 അതെ. പിന്നെ രായമംഗലല്ലേ? പിന്നെ അത് രായമംഗലം അത് വേറെയാണല്ലോ. അത് പഞ്ചായത്ത്. ഇത് മുനിസിപ്പാലിറ്റിക്ക് അകത്താണ്. അതെ. പക്ഷെ ഇത്ര വലിയ കാട്ടില് ഒരു പാമ്പിനെ പോലും ആരും കാണാൻ പറ്റില്ല. വലിയ അട്ടകളുണ്ട്. വലിയ അട്ടകള്. തമിഴ്നാട്ടിലൊക്കെ കാണാൻ പറ്റാത്ത അട്ടകളാണ് അത്. ചിലപ്പോൾ മലയത്തൊക്കെ പോയാൽ, നമ്പിക്കോവിലൊക്കെ പോയാൽ കിട്ടും അങ്ങനത്തെ അട്ടകൾ. ഇവിടെ ദേവി കുളിക്കുന്ന കുളമായിരുന്നു ഇത്. അറിയാൻ പറ്റുന്നൊരു ഭാഗ്യമല്ലേ. ഇന്നിപ്പോൾ അന്തികുളങ്ങര പോയി ഞാനായിട്ട് വിളിച്ചുകൊണ്ട് മുമ്പിൽ കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് അറിയുന്നത്. ഈ വനത്തിന്റെ ഉള്ളിൽ വന്നാൽ വെയിലില്ല. ഈ ഉച്ചയ്ക്ക് കാലാവസ്ഥ ഉച്ചയ്ക്ക് 11 മണിക്കും ഈ തണലാണ്. തണലിലാണ് നമ്മൾ നടക്കുന്നത്. എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ എടുത്തു. കിട്ടി. വാ ചേച്ചി. നമ്മുടെ മോഹൻ കിട്ടിയില്ലല്ലോ. പിന്നെയും വനത്തിൻ്റെ നടുക്ക് അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിക്കുകയാണ്. അകത്ത് കയറുക ഞങ്ങൾ. കാടിൻ്റെ നടുക്കെയാണ് ഈ അമ്പലം. അമ്പലത്തിൽ ഇന്ന് വിത്തിടൽ പരിപാടി അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാണാൻ വന്നത് അമ്പലത്തിൽ. ഇവിടെ അമ്പലത്തേക്കുള്ള എണ്ണയുടെ പരിപാടി.